ലഭിച്ചിടും. വായനയേക്കാൾ വലുതായി വല്ലതുമുണ്ടോ വളരാനായി? വായന നൽകും ലോകങ്ങൾ വേറെ വിടുന്നു ലഭിച്ചിടും. വയറിനു വേണം ചോറും കറിയും, മനസ്സിന് വേണ്ടത് വായനയും. വായന വാതിൽ തുറക്കുമ്പോൾ ചേതനമാനം മുട്ടുന്നു. വയറിനു വേണം ചോറും കറിയും, മനസ്സിന് വേണ്ടത് വായനയും. വായന വാതിൽ തുറക്കുമ്പോൾ ചേതനമാനം മുട്ടുന്നു. മായി ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്, പുസ്തകങ്ങൾ നമ്മുടെ കണ്ണുകൾ പോലെയാണ്, തുറന്നു വെച്ചാൽ വെളിച്ചം, അടച്ചാൽ ഇരുട്ട് എന്നത്. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേരുന്നു. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. അറിവ് പകരുന്നതിനോടൊപ്പം നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയാനും വായന സഹായിക്കുന്നു. ഈ വായനാ ദിനത്തിൽ എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേരുന്നു. നല്ല ഒരു ബുക്ക് നമുക്ക് നല്ല കൂട്ടുകാരെ. എല്ലാവർക്കും വായന ദിന ആശംസകൾ. പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. Without book is like a body without soul. ഹയർ ജലിസിൻ ഫിൽ ഹയാത്തി കിതാബുൻ. Books are a uniquely portable magic. വച്ചിരിക്കുന്ന പുസ്തകം വെറും ഒരു ഇഷ്ടിക പോലെ. വായന ആശംസകൾ. മുടിതൽ വെൻറും നല്ലവേ എണ്ണൽ വെൻറും. വച്ചിരിക്കുന്ന പുസ്തകം വെറും ഒരു ഇഷ്ടിക പോലെയാണ്. Literacy is a bridge from misery to hope. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിൽ വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നമ്മുടെ കുട്ടികൾ വായനയിൽ നിന്ന് അകന്നു പോകുന്ന കാലഘട്ടമാണ്. അവരെല്ലാവരും മൊബൈൽ ഫോണിലും അതുപോലെ TV-യിലും ഒക്കെയാണ്. പലരും വായന ഇല്ല, പണ്ടത്തെ പോലെ വായനയില്ല. അപ്പം വായനയിലേക്ക് കുട്ടികളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു സംരംഭമായിട്ടാണ് വായനാ ദിനത്തെ ഞങ്ങൾ കാണുന്നത്. തീർച്ചയായും നമ്മുടെ കുട്ടികൾ വീണ്ടും വായനയിലേക്കും എഴുത്തിലേക്കൊക്കെ വന്ന് അവരുടെ ഭാവി കുറച്ചുകൂടെ ശോഭനമാക്കാൻ അവർക്കത് അനുഗ്രഹമാകുമെന്നാണ് വിചാരിക്കുന്നത്. വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും വായനാ ദിനാശംസകൾ. ഒരു പ്രഭുവിന്റെ രത്നത്തെക്കാൾ വിലയുണ്ട് ഒരു ഭിക്ഷക്കാരന്റെ കയ്യിലുള്ള പുസ്തകത്തിന്. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ. വെളിച്ചമാണ് പുസ്തകങ്ങൾ. വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിയും. എല്ലാവർക്കും കാരറ GP സ്കൂളിന്റെ വായനാ ദിന ആശംസകൾ.